ഇസ്രയേൽ പറഞ്ഞാൽ ഇന്ത്യ കേൾക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇന്ത്യ പറഞ്ഞാൽ ഇസ്രയേൽ കേൾക്കുമോ എന്ന ചോദ്യം പോലെ തന്നെ പ്രസക്തമാണ്. ഇപ്പോൾ ഇസ്രയേൽ ആവശ്യപ്പെടുകയാണ് ഹമാസിനെ ഇന്ത്യ നിരോധിക്കണം. അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും ഹമാസിനെ നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയും നിരോധിക്കണമെന്നാണ് ഇസ്രയേലിൻ്റെ ആവശ്യം. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഇന്ത്യ ഹമാസിനെ നിരോധിക്കണമെന്ന് ഇസ്രായേലിന് ആഗ്രഹം തുടങ്ങിയിട്ട് കുറേ നാളായി. മാത്രമല്ല, പണ്ട് ബോംബെയിൽ താജ് ഹോട്ടൽ അറ്റാക്ക് ചെയ്യണ സമയത്ത് ആ സംഭവം നടന്ന് ഉടനെ തന്നെ ഈ JEM, ജെയ്ഷെ മുഹമ്മദ് ആൻഡ് LET, അതായത് ലഷ്കർ-ഇ തോയ്ബ, ഈ രണ്ട് സംഘടനകളെയും ബാൻ ചെയ്യുകയും അവരുടെ ടെറർ ഔട്ട്ഫിറ്റ്സായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തായിരുന്നു ഇസ്രായേൽ. അപ്പോൾ രാജാവിനേലും വലിയ രാജഭക്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയെക്കാളും വലിയ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയവരെ അപ്പോൾ തന്നെ അതെ ഇസ്രായേൽ നിരോധിച്ചു. അപ്പോൾ ആ സമയത്ത് ഹമാസിനെ പറ്റി കുറച്ച് റിപ്പോർട്ട്സ് ഇന്ത്യക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ നിർബന്ധമൊന്നും പിടിക്കുന്നില്ലായിരുന്നു. പക്ഷെ അവരുടെ ഒരു താല്പര്യവും ആഗ്രഹവും ഇന്ത്യ ഈ ഹമാസിനെ ബാൻ ചെയ്യണമെന്നായിരുന്നു. അതേപോലെ ടെറർ ഔട്ട്ഫിറ്റായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്നും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ത്യ ഇത് ചെയ്യുന്നില്ലെങ്കിൽ പോലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്യൻ യൂണിയൻ, അതേപോലെ UK, ഓസ്ട്രേലിയ, അർജൻറ്റീന, ഈ രാജ്യങ്ങളൊക്കെ ഓൾറെഡി ഇവരെ ടെറർ ഔട്ട്ഫിറ്റായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ പക്ഷേ ഇന്ത്യ ഇത് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ സൂചന നൽകുകയല്ല, ഇസ്രായേൽ നിർബന്ധമായിട്ട് ആവശ്യപ്പെടുകയാണ് ഇന്ത്യയോട് ഈ ഹമാസിനെ നിരോധിക്കണം, അവരെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ട് ഡിക്ലെയർ ചെയ്യണം അല്ലെങ്കിൽ ഡെസിഗ്നേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയിടെ പാക് ഓക്യുപ്പൈഡ് ഒരു മീറ്റിംഗിൽ ഹമാസിന്റെ പ്രതിനിധി അതെ ഹമാസിന്റെ പ്രതിനിധി അത് നമ്മുടെ മലപ്പുറത്ത് പങ്കെടുത്തല്ലോ. ഓൺലൈനാണ്. അപ്പോൾ റാവൽകോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം വന്നിരുന്നത്. അപ്പോൾ അവിടെ JEM ഉം LET ഒക്കെ അവർ പലതും കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് അത്ഭുതമില്ല, അതിൽ പ്രത്യേകിച്ച് സങ്കടപ്പെടാനൊന്നുമില്ല. ദിസ് ഇസ് ദെയർ നേച്ചർ എന്നുള്ള രീതിയിൽ നമ്മളതങ്ങ് ഇഗ്നോർ ചെയ്യാണ് പതിവ്. പക്ഷേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2001 പാർലമെൻറ്റ് അറ്റാക്കിലും 2019 പുൽവാമ അറ്റാക്കിലൊക്കെ നമുക്ക് ഒരു നല്ല പരിചയമായി ഇവരായിട്ട്. അപ്പോൾ ഇവരുടെ നേച്ചറിൻ്റെതാണെന്ന് അറിയാം, നമുക്കതിൽ കുഴപ്പമില്ല. പക്ഷേ ഇവരുടെ കൂടെ കാണപ്പെട്ട വേറൊരാളുടെ പ്രസൻസാണ് അവിടെ കൂടുതൽ പ്രശ്നമായത്. അതായത് അദ്ദേഹത്തിൻ്റെ പേര് ഖാലിദ് ഖദ്ദൂമി എന്നാണ്. അദ്ദേഹം ഹമാസിൻ്റെ ടെഹ്റാനിലെ ചീഫാണ്. മാത്രവുമല്ല, ആയത്തുള്ള അലി ഖമേനി ഈ ഹമാസുമായിട്ടുള്ള ബന്ധവും മറ്റ് കാര്യങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഹമാസിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്, ഈ ടെഹ്റാനിലുള്ള ആളാണ് ഈ പറയുന്ന ഖാലിദ് ഖദ്ദൂമി എന്ന് പറയുന്ന ആൾ. അങ്ങേര് അവിടെ കാണപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേലിനത് വലിയ പ്രയാസമായി. അങ്ങനെയാണ് ഇപ്പോൾ അവർ നിർബന്ധമായിട്ട് ആവശ്യപ്പെടുകയാണ് ഇദ്ദേഹത്തെ ഈ ഹമാസിനെ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റായിട്ട് ഡിക്ലെയർ ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മീറ്റിംഗ് നടത്തിയത് കാശ്മീർ സോളിഡാരിറ്റി ഡേ എന്ന് പറഞ്ഞിട്ടാണ് ആ മീറ്റിംഗ് നടത്തിയത്. മാത്രമല്ല അവിടെ ഒരു കോൺഫറൻസും നടത്തി. ആ കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് കോൺഫറൻസ്. ഇത്രയും വലിയ നീണ്ടൊരു പേരുള്ള കോൺഫറൻസാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവരവിടെ കൂടുതൽ ചർച്ച ചെയ്തു. അൽ അക്സ ഫ്ലഡ് എന്ന് പറയുന്നത് ഇവർ നടത്തിയ ഭീകരാക്രമണത്തിന്റെ അതും കൂടി ചേർത്തിട്ടാണ് ഈ കോൺഫറൻസിന്റെ പേര്. അതിന്റെ കൂടെ തന്നെ കാശ്മീർ സോളിഡാരിറ്റി ഡേ എന്നുള്ളതും കൂടി ഉണ്ട്. അങ്ങനെ ഒരു വലിയ നീണ്ട പേരാണ് ഇട്ടിരിക്കുന്നത്. ഇസ്രയേലിനും ഇന്ത്യക്കും എതിരായിട്ടുള്ള മീറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് കാശ്മീർ സോളിഡാരിറ്റി പറയുന്നു. അവിടെ ഒക്ടോബർ 7 നടത്തിയ ഭീകരാക്രമണത്തിന്റെ പേര് പറയുന്നത് അൽ അക്സ ഫ്ലഡ് എന്നാണ് അതിന്റെ പേര്. അതെ. അപ്പോൾ അൽ അക്സ ഫ്ലഡും അതേപോലെ ഇപ്പോൾ ഈ കാശ്മീർ സോളിഡാരിറ്റിയും കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അവിടെ ചെന്നിട്ട്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഇവർ ഇസ്രായേൽ ആവശ്യപ്പെട്ട് നിർബന്ധമായിട്ട് ഇവരെ ഇങ്ങനെ ടെറർ ഔട്ട്ഫിറ്റായിട്ട് ഡിക്ലെയർ ചെയ്യണമെന്ന്. മാത്രമല്ല അവിടെ ചർച്ച ചെയ്ത ചില വിഷയങ്ങളും ഉണ്ടായിരുന്നു. ബ്ലീഡിങ് ഡൽഹി എന്നുള്ളതായിരുന്നു ഒരു ടോപ്പിക്ക്. പിന്നെ ഡൽഹിയിൽ ചോരപ്പൊടി ഒഴുക്കുക. പിന്നെ വേറൊരു ടോപ്പിക്ക് അവിടെ ഡിസ്കസ് ചെയ്ത് ലിബറേഷൻ ഓഫ് കാശ്മീർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ അവിടെ ഇവരുടെ ബന്ധം വർദ്ധിച്ചു വരുന്നു. അതേസമയം ഇന്ത്യ ആണെങ്കിൽ ഹമാസിനോട് അങ്ങനെ പ്രത്യേകിച്ച് ടെറർ ഔട്ട്ഫിറ്റ് എന്നുള്ള ഒരു പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട് സാറേ. ഈ ഇന്ത്യ ടെറർ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്ന പോരാട്ടം ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇസ്രയേലിൻ്റെ കൂടെയാണ്. പലസ്തീൻ എന്ന് പറഞ്ഞ ദ്വിരാഷ്ട്രവാദം നമ്മൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഭീകരവാദത്തിനെതിരെ പൊരുതാൻ ഇസ്രയേലിൽക്ക് അവകാശമുണ്ടെന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഹമാസ് ഭീകര സംഘടനയാണെന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇത് ഈ ജിയോ പൊളിറ്റിക്സിൽ നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള ജിയോ പൊളിറ്റിക്സിൽ ഒരു വല്ലാത്തൊരു ട്രിപ്പീസ് കളി ഇന്ത്യ നടത്തണം. കാരണം ഇപ്പം താലിബാൻ, അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. താലിബാൻ പക്ഷേ ഈ പറഞ്ഞ പോലെ ഹമാസുമായിട്ടൊക്കെയുള്ള അവരുടെ അഫിലിയേഷൻസ് ഒന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ പാകിസ്ഥാനുമായി കടുത്ത ശത്രുതയാണ്. നമ്മളെയാണ് പാകിസ്ഥാനേക്കാൾ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നതും
അവർ ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലൊരു എംബസി തുറക്കാൻ വേണ്ടി വരാൻ ഖത്തർ അമീർ വന്നപ്പോൾ അനൗദ്യോഗികമായിട്ടെങ്കിലും താലിബാന് അഫ്ഗാനിസ്ഥാൻ ഒരു എംബസി തുറക്കുകയും ഖത്തർ അംബാസഡറുടെ മകനെ ഇവിടെ അംബാസഡർ ആക്കുന്ന കാര്യത്തിലുള്ള ചില നീക്കങ്ങൾ നടന്നു വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇന്ത്യ അൺഒഫീഷ്യലായിട്ട് ചിലപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു എംബസി തുറക്കാൻ പോകും. അപ്പം ഈ ഭീകരപ്രസ്ഥാനം, ഭീകരതയുടെ ഒരു മുഖം ഉള്ള അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യക്ക് നല്ല ബന്ധം, ഇസ്രയേലിൻ്റെ പരമ്പരാഗത ശത്രുവായ ഇറാനുമായി ഇന്ത്യക്ക് നല്ല ബന്ധം, ഇസ്രയേലുമായിട്ട് എന്നാൽ ഇതിൻ്റെയൊക്കെ ഇരട്ടിയായിട്ടുള്ള ആത്മബന്ധം. അതേസമയം ഇസ്രായേലിന്റെ എംബസി വളരെ വൈകിയാണ് ഇവിടെ തുറന്നത്. അങ്ങനെയും ഉണ്ട്. ഇങ്ങനെ ഇതെല്ലാം കൂടെ നോക്കി അത് ഇപ്പം മോദിയുടെ അതെ മോദി അല്ല ഞാൻ പറയാണ് പണ്ടത്തെ ഇന്ത്യയുടെ ആ പോളിസിയൊക്കെ മാറിയല്ലോ. ആ പോളിസിയൊക്കെ മാറി. ഇപ്പൊ എന്ത് വന്നാലും പലസ്തീൻ്റെ കൂടെ എന്നുള്ള നിലപാട് വന്നപ്പോൾ ഇപ്പൊ തന്നെ UN വന്ന പ്രമേയങ്ങളിലൊന്നും ഇന്ത്യ വോട്ടെടുപ്പിൽ പോലും പങ്കെടുത്തില്ല. അപ്പൊ നമ്മുടെ ഒരു മമത എന്ന് പറയുന്നത് ഇസ്രയേലിനാണെന്ന് മാത്രമല്ല, നമ്മൾ വെപ്പൺസ് കൊടുത്തു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് നമ്മൾ കാണിച്ചു ബറാക്ക് മിസൈല്. റാഫ അറ്റാക്കിന് വേണ്ടി ഇസ്രയേൽ ഉപയോഗിച്ചത് ബറാക്ക് മിസൈലുകളാണ്. ബറാക്ക് മിസൈൽ അവിടെ കണ്ടെടുത്തതിൽ ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത് അൽ ജസീറ ടെലികാസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആയുധം കൊടുക്കുന്നുണ്ട്, ടൺ കണക്കിന് പ്ലെയിനിലും കപ്പലിലും ഒക്കെ ആയിട്ട് നമ്മൾ ആയുധം കൊടുത്ത് ഇസ്രയേലിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഹമാസിനെതിരെ നമ്മൾ പോരാട്ടത്തിലാണ്. അതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ചിത്രം. പിന്നെ മറ്റൊന്ന് നോക്കുന്നത് ഹമാസ് എന്ന് പറയുന്നത് ഒരുപാട് ദൂരെ ഉള്ള ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, നമുക്ക് ഇമ്മീഡിയറ്റ് തട്ടൊന്നുമില്ല. അതുകൊണ്ട് വെറുതെ എന്തിനാ അവന്മാരെ നിരോധിച്ച് അവന്മാരുടെ ശത്രുത എന്തായാലും ഇപ്പോഴും ഉണ്ട്. ഇന്ത്യയുടെ ശത്രുതയുണ്ട്. പക്ഷെ ഒരു ഡയറക്റ്റ് ഒരു ക്ലാഷ് എന്തിനാണ് എന്നുള്ള തരത്തിലായിരുന്നു. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ശത്രുതയുള്ളൂ. പിന്നെ ഹമാസിനെ കുറ്റം പറയുമ്പോൾ പാലസ്തീൻകാർക്ക് ഫീൽ ചെയ്യുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം പാലസ്തീൻകാർക്ക് ഫീൽ ചെയ്താൽ ഇന്ത്യക്ക് കുഴപ്പമില്ല, അതെ അത്രേ ഉള്ളൂ. അപ്പൊ എന്നാലും ആ മിഡിൽ ഈസ്റ്റിലെ അറ്റ്മോസ്ഫിയറും കണ്ടീഷനും കമ്മ്യൂണലിസം ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ഈ ടെസ്ല കാർ വരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ നമ്മൾ ഈ താരിഫിന്റെ കാര്യത്തിൽ ഓട്ടോമൊബൈൽ രംഗത്ത് നമ്മൾ 100% താരിഫാണ്. മറ്റേ എന്താണ് ആ ഡേവിഡ്സൺ ഒരു ബൈക്ക്, ഹാർലി ഡേവിഡ്സൺ ബൈക്കിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ അമേരിക്കൻ അല്ല വിദേശത്തു നിന്നുള്ള വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ 100% താരിഫുണ്ട്, 100-200 ഉണ്ട്. അതിപ്പോൾ മാറ്റിയില്ലെങ്കിൽ ഇന്ത്യയുടെ സാധനങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തും എന്ന് ഈ സ്നേഹം പറയുമ്പോൾ തന്നെ ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ ഒരുപക്ഷെ ട്രംപും ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാം ഹമാസിനെ ഭീകരരായിട്ട് പ്രഖ്യാപിക്കണമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ട്രംപ് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേൽ പറയുമ്പോൾ അത് കേട്ടാൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ്, ഇസ്രയേലിനെ വിശ്വാസത്തിലെടുത്ത് പോകാം. ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് ഹമാസിനെ ടെററിസ്റ്റ് സംഘടനയായി പ്രഖ്യാപിക്കാൻ അനുകൂലമായ സാഹചര്യമുണ്ട്. ഇവർ പാകിസ്ഥാനിൽ POKയിൽ വന്നു. POK നമ്മുടേതാണ്. അവിടെ വന്നിട്ട് ബ്ലീഡ് ഡൽഹി എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഈ പേരിൽ വേണമെങ്കിൽ നമുക്ക് അവരെ നിരോധിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതെ, അപ്പോൾ ഇതുകൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഹമാസിനെ നമുക്ക് ഇസ്രായേലിനെ അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമുക്ക് അവരോട് ശത്രുതയൊക്കെ ഉണ്ട്. പക്ഷേ മിഡിൽ ഈസ്റ്റിലെ ആ കണ്ടീഷനും അവരൊക്കെ ആയിട്ടുള്ള ഒരു ലോഹ്യം പുറമേയെങ്കിലും സൂപ്പർഫിഷ്യലായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ രീതിയിൽ. അല്ല, ഇപ്പം നമുക്ക് പറഞ്ഞു നിൽക്കാൻ കാര്യമുണ്ട്. നമ്മുടെ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കാശ്മീരിൽ വരികയും അവിടെ ഇരുന്ന് ഡൽഹിയിൽ ചോരപ്പുഴ ഒഴുക്കണം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനത്തിന് ഹമാസ് കൂട്ടുനിൽക്കുകയും ചെയ്താൽ നമ്മൾ പിന്നെ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അപ്പോൾ പിന്നെ കേരളത്തിലുള്ള ഈ ഹമാസ് അനുകൂലികൾ എന്ത് ചെയ്യും? അതെ, ഇപ്പൊ നമുക്കറിയാലോ ആനപ്പുറത്ത് ഇസ്മായിൽ ഹാനിയെ, യാഹിയ സിൻവർ, ഹസൻ നാസറുകളൊക്കെ തൃത്താലയിൽ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ. അപ്പൊ അതിനൊക്കെയുള്ള സാധ്യത ഉണ്ടാകുന്നത് ഇതിനൊരു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇവിടുന്ന് ആലുവയ്ക്ക് പോകുന്ന ഒരു ബസ്സിൽ ഹമാസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ നടന്ന ചാനൽ ചർച്ചകളിലൊക്കെ ആങ്കർമാർ പറഞ്ഞിരുന്ന കാര്യം ഇതാണ്. ഇവിടെ ഈ പറയുന്ന ഹാനിയുടെയും സിൻവറിൻ്റെയും നാസറുകളുടെയൊക്കെ പടം വയ്ക്കുന്നതിൽ എന്താ കുഴപ്പം? ഇവരുടെ ഒന്നും ഓർഗനൈസേഷൻസിന് നമ്മൾ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുമില്ല, അത് ബാൻ ചെയ്തിട്ടുമില്ല. ഇന്ത്യ ഗവൺമെൻറ് അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പാർലമെൻറ്റിൽ ഇതിനെപ്പറ്റി അന്വേഷണം ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനെ ടെററിസ്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അത് UAPA നിയമങ്ങളനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ UAPA വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് സാധാരണ ഇസ്രായേൽ ചോദിക്കുമ്പോഴും പറയാറ്, പാർലമെന്റ് ചോദിക്കുമ്പോഴും പറയാറ്. അല്ല, ഇപ്പം നമുക്ക് കൊടുക്കാനായിട്ട് സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് ഉണ്ട്. POK നടന്ന മീറ്റിംഗ്, അതിൻ്റെ പ്രമേയം, ബ്ലീഡ് ഡൽഹി എന്ന് പറഞ്ഞത്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇന്ത്യക്ക് ഒരു ത്രട്ടാണ്. ഇന്ത്യക്ക് നേരെ ഹമാസിനും ന്യായമൊന്നുമില്ല.
നമ്മുടെ തൊട്ടയൽവക്കത്ത് വന്ന് നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ട് അവൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഡൽഹിയിൽ ചോരപ്പുഴ ഒഴുക്കണം എന്ന് പറയുന്ന ഒരു യോഗത്തിൽ ഹമാസ് പങ്കെടുത്താൽ അവർ നമ്മുടെ എനിമിയാണ്, ഭീകര പ്രസ്ഥാനമാണ്. ഇന്ത്യയിലുള്ള ഡൽഹിക്കാരെ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരാണ്, അവരെ കൊല്ലണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ തൃത്താലയിൽ തടം പറ്റിയവന്മാരും ആലോചിക്കണം. അപ്പം അവിടെ വന്നിട്ട് ഹമാസ് ഇന്ത്യയിൽ ചോരപ്പുഴ ഒഴുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അവൻ്റെയൊക്കെ പടമാണ് നീയൊക്കെ ചുമന്നുകൊണ്ട് നടന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലാതെ ഇവ പറയുന്ന പോലെയൊന്നുമല്ല. അല്ല, ഇങ്ങനെ കാണിച്ചു നടക്കുമ്പോൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ NIA-യും ED ഒക്കെ. അപ്പൊ അവർക്ക് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നവർ ആരാണെന്ന് അറിയാനായിട്ട് ഒരു ഹിന്റ് അതിൽ നിന്ന് കിട്ടും ആൾക്കാർക്ക്. അല്ല, ED ഇന്നലെ തന്നെ കണ്ടില്ലേ SDPIയുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് SDPIയും പോപ്പുലർ ഫ്രണ്ടും ഉള്ള ലിങ്ക്സ് വ്യക്തമാക്കുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്യുമെന്റ് പുറത്തിറക്കി. അത് കോടതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് SDPI നിരോധിക്കാത്ത, പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചെങ്കിലും SDPI നിരോധിക്കാത്തതിന് കാരണം ഇത് ഈ ഒന്നും ഇലക്ഷൻ കമ്മീഷനാണ് നടപടിയെടുക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിൽ SDPIയും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്ക്സ് ഉണ്ടായിരുന്നില്ല. ലിങ്ക്സ് ഇപ്പോൾ ED കണ്ടെത്തി, ED കോടതി കൊടുത്തു. അത് മതി നാളെ SDPI പൂട്ടാൻ. അപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടവരെ പലപ്പോഴും അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് നടക്കുമ്പോഴാണ് ആരൊക്കെ ആയിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത് അറിയാൻ പറ്റുള്ളൂ. അതേപോലെ ഷഹീൻബാദിൽ അവിടെ ഈ പറഞ്ഞ 3 മാസം ബഹളം ഉണ്ടായി കഴിഞ്ഞപ്പോഴും ആരെയും പ്രത്യേകിച്ച് ആക്രമിക്കാനൊന്നും പോയില്ലല്ലോ. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുന്ന ആരാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി. അല്ലാതെ മോദിക്കും അമിത്ഷായ്ക്കും പേടിയായതാണ്, അതുകൊണ്ടൊന്നും ചെയ്യാത്തതാണെന്ന് കരുതുന്നവരാണ് മണ്ടന്മാർ. കാരണം ഒരുത്തനെയായിട്ടല്ല, ഒരു കൂട്ടത്തോടെ വെക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.